ഹലോ എവരിവൺ, ഫിസിക്സ് ബസ്സിലെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 4 വീഡിയോ ആണ്. അപ്പം പാർട്ട് 3 വീഡിയോയിൽ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂഷൻ ആണത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ കണ്ടന്റിലേക്ക് പോകാലോ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടന്റുകൾ എന്നൊക്കെ ആദ്യം നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പോർഷനിൽ പാർട്ട് 4 വീഡിയോയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മിനിറ്റ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്റി സ്റ്റോർ ചെയ്യുന്ന എനർജിയെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ പഠിക്കും. സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് പറയും. പാരലൽ വെറ്റ് കപ്പാസിറ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. പിന്നെ ഡയലക്ട്രിക് ആൻഡ് പോളറൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. ഓക്കെ, എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഓക്കെ, അപ്പം നമ്മളെ ഫസ്റ്റ് ടോപ്പിക് ആണ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ഒരു കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ പഠിച്ചില്ലേ? കപ്പാസിറ്റൻസ് C = Q/V നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു കപ്പാസിറ്റർ, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കാണാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. C = ε0A/d. ഓക്കെ, ഇത്ര കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഇക്വേഷൻസ് ഒന്ന് നമ്മളൊന്ന് ഓർത്തെടുത്തേ. ഓക്കെ, എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? കപ്പാസിറ്റൻസ് C = Q/V കപ്പാസിറ്റൻസ്. ഇനി രണ്ട് പാരലൽ പ്ലേറ്റിന്റെ ഇടയിലുള്ള കപ്പാസിറ്റൻസ് കാണാൻ C = ε0A/d എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. സൈഡിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമ്മൾ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി എങ്ങനെ കാണണം നമുക്ക് ആദ്യം പഠിക്കാം. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഡയഗ്രാം വരയ്ക്കുകയാണ് അല്ലെ. എനർജി സ്റ്റോർ ചെയ്യണ്ടേ? അപ്പൊ എനർജി സ്റ്റോർ ചെയ്യണമെങ്കിൽ കപ്പാസിറ്റർ വേണം, ഒരു ബാറ്ററിയും വേണം. ഉറപ്പല്ലേ? ഓക്കെ, ഒരു കപ്പാസിറ്ററിലേക്ക് എന്ത് ചെയ്യാം, ചാർജ് കൊടുക്കണ്ടേ? ചാർജ് കൊടുക്കാനായിട്ട് ഒരു ബാറ്ററി നിർബന്ധമായിട്ട് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡയഗ്രാം വരയ്ക്കാലോ. എന്താ പറഞ്ഞത്? എനർജി സ്റ്റോർഡ് ഇൻ ഒരു കപ്പാസിറ്റർ വരച്ചു. കപ്പാസിറ്റർ എങ്ങനെ വരച്ചു? രണ്ട് ഈക്വൽ ആയിട്ട് രണ്ട് വര വരയ്ക്കുക അല്ലെ. പിന്നെ എന്ത് ചെയ്യാ, അതിനൊരു സോഴ്സ് വേണം, ചാർജിങ് സോഴ്സ് വേണം. അതിനുവേണ്ടി ഒരു ബാറ്ററി വരയ്ക്കുകയാണ്. വലിയ വര പോസിറ്റീവ് ആണ്, ചെറിയ വര നെഗറ്റീവ്. ഓക്കെ, ഒന്നുകൂടി വരയ്ക്കാം. ഒന്നുകൂടി വരയ്ക്കാം. ഓക്കെ, അപ്പം ബാറ്ററി കൊടുത്തു. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും അക്രോസ് ആയിട്ട്. അപ്പൊ ഒരു Q എന്നുള്ള ചാർജ് ഇതിലൂടെ ഫ്ലോ ചെയ്യും. Q എന്നുള്ള ചാർജ് ഇതിലൂടെ ഫ്ലോ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ Q എന്നുള്ള ചാർജ് ഇവിടെ എത്തുമല്ലോ. ഓക്കെ, ഇതാണ് കപ്പാസിറ്റൻസ് അറിയാം. ഓക്കെ, കപ്പാസിറ്റർ. അപ്പൊ കപ്പാസിറ്റർ ഇക്വേഷൻ അറിയില്ല. കപ്പാസിറ്റർ എന്താ? C = എന്താണ്? Q/V നമ്മൾ പഠിച്ചിട്ടുണ്ട്. കപ്പാസിറ്റർ C = Q/V എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നത് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഓക്കെ, സപ്പോസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, നമ്മളെ വീട്ടിൽ ഇപ്പൊ ഒരു മൊബൈലൊക്കെ എങ്ങനെ ചാർജ് ചെയ്യാം? മൊബൈലൊക്കെ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ കുത്തി കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് തന്നെ ഒറ്റയടിക്ക് സ്പീഡിൽ കയറില്ലല്ലോ. പതുക്കെ 0% മുതൽ പതുക്കെ 1%, 2%, അങ്ങനെ എന്ത് ചെയ്യാം, കൂടിയാണ് അത് 100% വരെ എത്തുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം വളരെ പതുക്കെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്, ചാർജിങ് ഉള്ള പ്രോസസ്സ്. അതന്നെയാണ് ശരിക്കും ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ അല്ലെ. കപ്പാസിറ്റർ എങ്ങനെ ചാർജ് വളരെ പതുക്കെ എന്ത് ചെയ്യാം, കപ്പാസിറ്റർ ചാർജ് ഫിൽ ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കപ്പാസിറ്റർ എങ്ങനെയാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത് പഠിക്കാം. ഈ ഒരു വളരെ പതുക്കെ തന്നെയാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതാ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കപ്പാസിറ്റൻസ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കപ്പാസിറ്റൻസ് C = Q/V നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എനർജി സ്റ്റോർഡ് കപ്പാസിറ്ററിലേക്ക് ഡിസ്കസ് ചെയ്യാലോ. ഓക്കെ, ഈ പൊട്ടൻഷ്യൽ, അതായത് ഈ നമ്മൾ ചാർജ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബാറ്ററിന് ചാർജ് കൊടുക്കുകയാണ്. ആ ചാർജ് എന്ത് ചെയ്യുക, കപ്പാസിറ്ററിലേക്ക് ഫ്ലോ ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ ആ ബാറ്ററി ചെയ്തത് ഇവിടെ എന്ത് ഒരു വർക്കാണ് അല്ലെ. ആ സെല്ല് ചെയ്തത് ഇവിടെ എന്ത് ഒരു വർക്കാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വർക്ക് ഇവിടെ എഴുതി കൂടെ. ഒരു വർക്കിന് ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം വർക്ക് എന്താ ചെയ്യുക, ഈ ബാറ്ററി ചെയ്ത വർക്ക് W = എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റിനാണ് വർക്ക് കയറി അല്ലെ. വർക്ക് എന്താ, വർക്ക് = ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഈ ബാറ്ററി ചെയ്ത വർക്ക് അല്ലെ, അല്ലെങ്കിൽ ആ സെല്ല് ചെയ്ത വർക്കാണ് W = ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ചാർജ് കൊടുത്താൽ കപ്പാസിറ്റർ എന്ത് ചെയ്യാം, എനർജി സ്റ്റോർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ W = ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, അപ്പം നമുക്കറിയാം ചാർജ് എക്സ്പീരിയൻസ്ഡ് ഓൺ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഓൺ എ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് പാർട്ടിക്കിൾ വെക്കുകയാണെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ F = Q × E നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും W =
ഫോഴ്സിന് പകരം ക്യൂ ഇ ഇൻറ്റു ഡി എന്ന് പറയാൻ പറ്റും. ക്യൂ ഇ ഇൻറ്റു ഡി. ഓക്കെ, ഇനി നമ്മൾ വേറെ റിലേഷനിലേക്ക് കൊണ്ടുവരികയാണ്. ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. നേരത്തെ പഠിച്ച ഇക്വേഷൻ തന്നെ. ഓക്കെ, ഇ ഈക്വൽ എന്താണ്? ബി ബൈ ഡി അല്ലേ? ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ പൊട്ടൻഷ്യൽ തമ്മിൽ ഇക്വേഷൻ ഇ ഈക്വൽ ടു എന്താണ്? വി ബൈ ഡി എന്ന്. ഓക്കെ, അപ്പൊ ഈ എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു ഈക്വൽ ടു എന്തോ ക്യൂ ഇൻറ്റു ഇന്റെ ഭാഗത്ത് വി ബൈ ഡി ഇൻറ്റു ഡി. ക്ലിയർ അല്ലേ? വി ബൈ ഡി ഇൻറ്റു ഡി എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് വെട്ടിപ്പോകാനുള്ള കാര്യങ്ങളൊക്കെ വെട്ടിപ്പോക. ഡിയും ഡിയും വെട്ടിപ്പോയി. ബാക്കി എന്താ ഉള്ളത്? ബാക്കി ഡബ്ല്യു ഈക്വൽ ടു ക്യൂ വി അല്ലെങ്കിൽ വി ഇൻറ്റു ക്യൂ. ഒരു മിനിറ്റ്, വി ഇൻറ്റു ക്യൂ എന്ന് കിട്ടി. ഓക്കെ, അപ്പം ബി ഈക്വൽ ഡബ്ല്യു ഈക്വൽ ബി ഇൻറ്റു ക്യൂ എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം എനർജി സ്റ്റോർഡിന്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കേണ്ടത് അപ്പൊ വി ഇൻറ്റു ക്യൂ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ സപ്പോസ് ഞാൻ കൊടുക്കുന്നത് വളരെ വളരെ ചെറിയ ചെറിയ ചാർജ് അല്ലേ? വളരെ ചെറിയ ചാർജ് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് വളരെ പതുക്കെ ചാർജാണ് കപ്പാസിറ്റിയിലേക്ക് ആദ്യം എത്തുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ കപ്പാസിറ്റിയിലേക്ക് ആദ്യം എത്തുന്നത് ചെറിയ ചെറിയ ചാർജാണ്, അതായത് സ്മോൾ എമൗണ്ട് ഓഫ് ചാർജാണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് എന്ന് പറയുമ്പോൾ വി ഇൻറ്റു ഡി ക്യൂ, സ്മോൾ എമൗണ്ട് ഓഫ് ചാർജ് ആണ് ഫസ്റ്റ് എത്തുന്നത്. 0% ചെറിയ ചാർജ് ആണ്, പിന്നെ പതുക്കെ പതുക്കെ കൂടുള്ളൂ. അപ്പം ഓരോ പ്രാവശ്യം കപ്പാസിറ്റിയിലേക്ക് നമ്മൾ ചെയ്യാം ചാർജ് കൂട്ടിക്കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ ചാർജുകളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചെറിയ ചാർജ് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? വളരെ ചെറുതായി ചെറിയ ചെറിയ വർക്കായിരിക്കും നമ്മൾ ചെയ്യുക. അങ്ങനെ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് സ്മോൾ വർക്കാണ്. ആ സ്മോൾ വർക്കിന് എന്ത് ചെയ്യുക? ഡി ഡബ്ല്യു എന്നാണ് പറയാ. അപ്പൊ ഡി ഡബ്ല്യു വി ഇൻറ്റു ഡി ക്യൂ എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? ചെറിയൊരു വർക്കാണ് കിട്ടിയത്. ഈ ചെറിയൊരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കണം? വലിയ വർക്ക് കാണാൻ ചെയ്യാം, നമ്മൾ ഇന്റഗ്രേഷൻ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യണം. അങ്ങനെ ഇന്റഗ്രേഷൻ ചെയ്യാണ് നമ്മൾ പോകട്ടോ. അപ്പൊ ഇന്റഗ്രേഷനിലേക്ക് പോകാം. ഡി ഡബ്ല്യു ഈക്വൽ ടു വി ഇൻറ്റു ഡി ക്യൂ എന്നാണുള്ളത് അല്ലെ? അപ്പൊ ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ഈസ് ഈക്വൽ ടു ഇന്റഗ്രേറ്റ് ചെയ്യാണ് ഇന്റഗ്രൽ വി ഇൻറ്റു ഡി ക്യൂ. ഓക്കെ, എവിടെ നിന്ന് ഏത് വരെ നമ്മൾ ഇന്റഗ്രേഷൻ ഒരു ലിമിറ്റേഷൻ കൊടുക്കണ്ടേ? ചാർജ് 0 ചാർജ് മുതൽ എന്ത് ചെയ്യുക? 100% ചാർജ് വരെയാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ? അതിൽ ചാർജ് ചെയ്യാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ 0 മുതൽ ക്യൂ എമൗണ്ട് ഓഫ് ചാർജ് വരെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ കൊടുക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, നേരത്തെ ഒരു ഫസ്റ്റ് ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കപ്പാസിറ്റൻസ് സി ഈക്വൽ ടു ക്യൂ ബൈ വി, സി ഈക്വൽ ടു ക്യൂ ബൈ വി എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അതിന് ക്യൂ ഈക്വൽ ടു എന്താണ്? സി വി ആണ്. വി ഈക്വൽ ടു എന്താണ്? ക്യൂ ബൈ സി ആണ് അല്ലെ? വി ഈക്വൽ ടു ക്യൂ ബൈ സി ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡബ്ല്യു ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ക്യൂ ബൈ സി ഇൻറ്റു ഡി ക്യൂ എന്ന് കൊടുക്കാം. ക്ലിയർ ആണല്ലോ? വിനെ സംബന്ധിച്ച് ക്യൂ ബൈ സി കൊടുത്തു. ഓക്കെ, നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് ഇതില് 1/c എന്നുള്ള കപ്പാസിറ്റൻസ് ആണ് അല്ലെ? ഈ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഇവിടെ ചേഞ്ച് ആവുന്നില്ല, ഒരു കപ്പാസിറ്ററിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കപ്പാസിറ്റർ നമുക്ക് കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രേഷന് നമുക്ക് വെളിയിലെടുക്കും കൂടി ചെയ്യാം. അപ്പം 1/c ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ക്യൂ ക്യൂ ഇൻറ്റു ഡി ക്യൂ എന്ന് കിട്ടി. ഓക്കെ, ക്യൂ ഇൻറ്റു ഡി ക്യൂ. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. എന്തിനാ? ക്യൂ ഡി ക്യൂനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ ക്യൂ ഡി ക്യൂ എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ എക്സ് റേസ് ടു, അതായത് ക്യൂ റേസ് ടു 1 അല്ലേ അർത്ഥം? അതിന്റെ അർത്ഥം ഇവിടെ ഒന്ന് എഴുതിയില്ല അർത്ഥം ക്യൂ റേസ് ടു 1. ഇന്റഗ്രൽ ക്യൂ ഇൻറ്റു ഡി ക്യൂ, അതായത് ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ എക്സ് റേസ് ടു n+1/n+1 എന്നുള്ള ഫോർമാറ്റിലാണ്. ഓക്കെ, അപ്പൊ ക്യൂ റേസ് ടു 1 നമ്മൾ എന്ത് ചെയ്യാം? ഇന്റഗ്രൽ ക്യൂ റേസ് ടു 1+1/1+ എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ 1/c ഇൻറ്റു ഇന്റഗ്രൽ 0 മുതൽ ക്യൂ വരെ എവിടുന്ന് ക്യൂ റേസ് ടു 1+1/1+1 എഴുതി കൂടെ? ഓക്കെ, അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്റഗ്രേഷൻ വേണ്ട ആവശ്യമില്ലല്ലോ, ഇത് മായ്ക്കാം. ഓക്കെ, എന്താ കിട്ടുക? ക്യൂ റേസ് ടു 1+1/1+1. ഇതിന്റെ ലിമിറ്റ് 0 മുതൽ ക്യൂ വരെ. ക്ലിയർ ആണല്ലോ? ഇത്ര കാര്യം കൊണ്ട് എഴുതി. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും 1/c ഇൻറ്റു ഇത് വരെ q² ഇൻറ്റു 0 ടു ക്യൂ. ഓക്കെ, അപ്പം വർക്ക് ഡൗൺ W ഈക്വൽ ടു 1/c ഇൻറ്റു q²2. നമ്മൾ ഇതിന്റെ ലിമിറ്റ് കൊടുക്കണം. അപ്പൊ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, പിന്നെ ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? q²2 ക്യാപിറ്റൽ q²2 മൈനസ് 0 വരും. ഓക്കെ, പിന്നെ ലോവർ ലിമിറ്റ്. അപ്പൊ W ഈക്വൽ ടു റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1/c ഇൻറ്റു q²2 എന്നാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഹാഫ് q²c എന്ന് എഴുതി കൂടെ? അപ്പം ഹാഫ്, അപ്പം എന്താ കിട്ടിയത്?
ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി കിട്ടി. എന്താണ്? ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്ന എനർജി കാണാം എന്ന് പറയുന്ന ഇക്വേഷൻ W ഈസ് ഈക്വൽ ടു എന്താ? ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി നമുക്ക് കിട്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് വേറൊരു ഇക്വേഷൻ, അതായത് W ഈസ് ഈക്വൽ ടു ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി കിട്ടി. അതായത് W ഈസ് ഈക്വൽ ടു ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇതിന് വേറൊരു ഫോർമാറ്റിലേക്ക് എഴുതാൻ പറ്റും. അതായത് സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്, ക്യൂ ഈസ് ഈക്വൽ ടു സി വി എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലോ? W ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സി സ്ക്വയർ വി സ്ക്വയർ ബൈ സി. സിയും സ്ക്വയറും വെട്ടിപ്പോയതിൽ W ഈസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ കിട്ടി. ക്ലിയർ ആണല്ലോ? ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പൊ 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ എന്താ കിട്ടിയത്? എനർജി സ്റ്റോർഡ് ചെയ്യുന്ന കപ്പാസിറ്റി എന്ത് ചെയ്യാം? വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ W ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സി ഇൻറ്റു വി ഇൻറ്റു വി കൂടെ ഈ വി സ്ക്വയർ സ്പ്ലിറ്റ് ചെയ്തിട്ട് വി ഇൻറ്റു വി എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതി കൂടെ W ഈക്വൽ ടു ഹാഫ് ഇൻറ്റു, അപ്പൊ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? സി ഇൻറ്റു വി ആണ്. ക്ലിയർ അല്ലേ? സി ഇൻറ്റു വി. അപ്പൊ ഈ സി ഇൻറ്റു വിക്ക് പകരം എന്ത് ചെയ്യാം? ക്യൂന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഹാഫ് ഇൻറ്റു ക്യൂ ഇൻറ്റു വി. ഓക്കെ, അപ്പം അടുത്ത ഇക്വേഷൻ കിട്ടി. W ഈസ് ഈക്വൽ ടു ഹാഫ് ക്യൂ വി എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ പറഞ്ഞ 3 ഇക്വേഷൻസ് എന്ത് ചെയ്യാം? ഒരു ബോക്സിൽ ഇട്ട് വെക്കുക കേട്ടോ, ഒരുമിച്ച് എഴുതി വെക്കുക. W ഈസ് എന്താ? ഹാഫ് സി വി സ്ക്വയർ ഉണ്ട്, ഹാഫ് ക്യൂ വി ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അപ്പൊ 3 ഇക്വേഷൻ ഒരു ബോക്സിൽ ഇട്ട് വെക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ എന്നുള്ള കാര്യത്തിൽ പറയാനുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് നമ്മളിത് പറഞ്ഞു. ഓക്കെ, എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ. ഓക്കെ, ഒരു കപ്പാസിറ്ററിന്റെ എനർജി ഡെൻസിറ്റി എന്നല്ലേ? ഓക്കെ, അപ്പോൾ എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇത്ര കാര്യങ്ങളുള്ളൂ. എനർജി പെർ യൂണിറ്റ് വോളിയത്തിനെ പറയുന്ന പേരാണ് എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ, അല്ലെങ്കിൽ എനർജി ഡെൻസിറ്റി എന്ന് പറയാം. എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് എനർജിയെ യൂണിറ്റ്, അതായത് യൂണിറ്റ് വോളിയത്തിലുള്ള എനർജിയെയാണെന്ന് പറയാം എനർജി ഡെൻസിറ്റി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പൊ എക്സാമിന് ചോദിക്കും വാട്ട് ഈസ് മെൻ ബൈ എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാം, യൂണിറ്റ് വോളിയത്തിലുള്ള എനർജിയെ പറയുന്ന പേരാണ് എനർജി ഡെൻസിറ്റി എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? എനർജി ബൈ യൂണിറ്റ് വോളിയം. ഓക്കെ, ഇവിടെയുള്ള എനർജി നമുക്ക് എന്ത് ചെയ്യാം? എനർജിക്ക് ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ? ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാഫ് സി വി സ്ക്വയർ എന്നുള്ള ഒരു ഇക്വേഷൻ, എനർജി ഹാഫ് സി വി സ്ക്വയർ ഇക്വേഷൻ കൊടുത്തു വെച്ചോ, ഡിവൈഡർ ബൈ വോൾട്ട് അല്ലെ? യൂണിറ്റ് വോളിയാണ്. ഓക്കെ, സപ്പോസ് എന്റെ കയ്യിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്. അതിന് ഏരിയ എ ആണ് നമുക്കറിയാം. രണ്ടിന്റെ ഏരിയ എ ആണ്, ഇതിന്റെ ഡിസ്റ്റൻസ് ഡി ആണ്. ഓക്കെ, ഡിസ്റ്റൻസ്. ഓക്കെ, ഇവിടെ എനർജി പെർ യൂണിറ്റ് വോളിയാണ്. വോളിയം എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റിനാണ് എന്ത് ചെയ്യുക? വോളിയം എന്ന് പറയാം. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, അതായത് L ഇൻറ്റു L. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റിനെ പറയുന്ന പേരാണ് വോളിയം എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ലെങ്ത് ആണ്. ഏരിയ ഇൻറ്റു ലെങ്ത്തിനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക? വോളിയം എന്ന് പറയാം. അതായത് ഏരിയ ഇൻറ്റു ലെങ്ത്തിനെ പറയുന്നതാണ് വോളിയം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് അതിലേക്ക് ഈ വോളിയത്തിന് പകരം ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് കൊടുത്തൂടെ? ഓക്കെ, അപ്പം ഹാഫ് സി വി സ്ക്വയർ ബൈ എ ഇൻറ്റു ഡി. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താ കിട്ടിയത്? ഹാഫ് സി വി സ്ക്വയർ ഇൻറ്റു ബൈ എ ഇൻറ്റു ഡി എന്ന് കിട്ടി. ഓക്കെ, പിന്നെ നമ്മൾ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കാൽക്കുലേഷൻ. കപ്പാസിറ്റൻസ് നമ്മൾ ബോക്സ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. സി ഇസിക്കൽ ടു എപ്സിലോൺ 0. 2 പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്, ഓർക്കണം. 2 പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസ് കാൽക്കുലേഷൻ എന്താ? സി ഇസിക്കൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി എന്നാണ് പറയാ. അങ്ങനെയാണെങ്കിൽ സി ഇസിക്കൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി എന്നല്ലേ? ഈ ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? സിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എന്ത് കിട്ടും? ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സിന്റെ ഭാഗത്ത് എപ്സിലോൺ 0 എ ബൈ ഡി ഇൻറ്റു വി സ്ക്വയർ ബൈ എ ഇൻറ്റു ഡി. ക്ലിയർ ആണല്ലോ? വെട്ടിപ്പോവാനുള്ള കാര്യങ്ങൾ വെട്ടിപ്പോയി കഴിഞ്ഞാൽ എയും വെട്ടിപ്പോകും. ബാക്കി എന്താ ഉണ്ടാവുക? ഹാഫ് എപ്സിലോൺ 0 ബൈ ഡി ഇൻറ്റു വി സ്ക്വയർ ബൈ ഡി. ഇത്ര കാര്യങ്ങളല്ലേ?
ഓക്കെ, അപ്പൊ ഇതിങ്ങനെ റീ അറേഞ്ച് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? നമുക്ക് ഇവിടേക്ക് താഴേക്ക് എഴുതാം കേട്ടോ. ഹാഫ് ഇൻറ്റു എപ്സിലോൺ 0 വി സ്ക്വയർ. ആ ഡി എന്ത് ചെയ്യാം, താഴോട്ടും പോകും അല്ലെ. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ 0 ഡി സ്ക്വയർ വരും. എപ്സിലോൺ 0 വി സ്ക്വയർ ബൈ ഡി സ്ക്വയർ കിട്ടും. ഓക്കെ, നമുക്ക് പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഈസിക്കൽ നെഗറ്റീവ് ഗ്രേഡിന്റെ പൊട്ടൻഷ്യൽ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇ ഈസിക്കൽ ടു വി ബൈ ഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇ ഈസിക്കൽ ടു വി ബൈ ഡി എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, വി സ്ക്വയർ ബൈ ഡി സ്ക്വയർ എന്നല്ലേ. ഓക്കെ, ഇവിടെ വി സ്ക്വയർ ബൈ ഡി സ്ക്വയർ ഇവിടെ ഉണ്ട് ഇല്ലേ. ആ ഭാഗത്തേക്ക് വാല്യൂ ഇട്ട് കൊടുത്താൽ എന്ത് സംഭവം കിട്ടും? അപ്പോ എനർജി ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ വി ഈക്വൽ ടു എനർജി ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഈക്വൽ ടു എന്ന് പറയും. എനർജി കേട്ടോ, എനർജി ഡെൻസിറ്റി ആണ്. അതായത് എനർജി ഇൻറ്റു ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? പറഞ്ഞേ. ഹാഫ് ഇൻറ്റു എപ്സിലോൺ 0 ഇൻറ്റു ഇ സ്ക്വയർ. എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. ആ ക്വസ്റ്റൻ ഞാൻ ഒന്നുകൂടി എടുത്ത് എഴുതാണ് കേട്ടോ. അപ്പൊ നമുക്ക് വേറൊരു പേജിക്ക് അതിൽ എഴുതാം. അപ്പൊ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇ ഈക്വൽ ടു എന്താ, ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. ഓക്കെ, അപ്പോ നമുക്കൊരു മിനിറ്റ്. എനർജി ഡെൻസിറ്റി ആണ് ഇ ഡി എന്ന് എഴുതാം കേട്ടോ. ഇ ഇൻറ്റു ഡി ഞാൻ ഷോർട്ടാക്കി എഴുതുകയാണ്, നിങ്ങൾ ഫുൾ ആയിട്ട് എഴുതണം. എനർജി ഡെൻസിറ്റി ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത് അല്ലേ. ഓക്കെ, എന്താണ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ പഠിച്ചു. അതിനുശേഷം എന്താ എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ കാണാൻ പഠിച്ചു. ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പം കപ്പാസിറ്ററിനെ കുറിച്ച് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. ഓക്കെ, ഇപ്പൊ ഈ നിലവിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ കപ്പാസിറ്റർ നമ്മൾ എന്ത് ചെയ്യുക, സീരീസ് കോമ്പിനേഷൻ എന്താണ്, പാരലൽ കോമ്പിനേഷൻ എന്താണ്. നിങ്ങൾ പേര് കേട്ടിട്ട് ഞെട്ടൊന്നും വേണ്ട. സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുകയാണെങ്കിൽ കപ്പാസിറ്റർ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യുക, അതിനാണ് സീരീസ് കോമ്പിനേഷൻ എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കോമ്പിനേഷൻ പഠിക്കാണ്ട് കപ്പാസിറ്റി പാരലൽ കോമ്പിനേഷൻ. കപ്പാസിറ്റി പാരലൽ ആക്കി വെക്കുകയാണെങ്കിൽ അവിടെയുള്ള കപ്പാസിറ്റൻസ് കാണാൻ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇപ്പൊ കപ്പാസിറ്റൻസ് സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ്, സീരീസ് കോമ്പിനേഷൻ ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഡയഗ്രം വരയ്ക്കാലോ. ഓക്കെ, വരയ്ക്കാം. കപ്പാസിറ്റർ ഉണ്ട്, 3 കപ്പാസിറ്റർ കേട്ടോ, പിന്നെ അലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതിന്റെ കപ്പാസിറ്റൻസ് ആണ് C1, C2, C3. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇതിനൊരു സോഴ്സ് ആയിട്ട് സെല്ലായിട്ട് അല്ലെങ്കിൽ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു ചാർജ് ഫ്ലോ ചെയ്യുമല്ലോ. Q എന്നുള്ള ഒരു ചാർജ് ഇതിലൂടെ ഫ്ലോ ചെയ്യും. പക്ഷേ ശ്രദ്ധിക്കുക, Q എന്നുള്ള ചാർജ് ഫ്ലോ ചെയ്താലും ഈ ഓരോ കപ്പാസിറ്ററിന് അനുസൃതമായിട്ടുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഡിഫറെന്റ് ആയിരിക്കും. ഓരോ കപ്പാസിറ്ററിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുക, ഡിഫറെന്റ് ആയിരിക്കും. V1, V2, V3. ഇവിടെ ചാർജ് സെയിം ആണെങ്കിൽ ഇവിടെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുക, ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ കോൺസ്റ്റന്റ്, ഏതാണ് ചേഞ്ച് ചെയ്യാൻ നോക്കാം. ഇവിടെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. എന്താക്കിയ പൊട്ടൻഷ്യൽ V എന്താണ്, ഡിഫറെന്റ് ആയിരിക്കും. പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്യും അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റില്ലോ. ഓക്കെ, നമുക്കിവിടെ പൊട്ടൻഷ്യലിനെ V ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 ആയിരിക്കും. അതായത് ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ V ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. ഓക്കെ, ഇവിടെ എന്താണ് ചേഞ്ച് ചെയ്യുന്നത്, പൊട്ടൻഷ്യൽ ആണ് ഇവിടെ ചേഞ്ച് ആവുന്നത്, അതായത് ചാർജ് ഇവിടെ ചേഞ്ച് ആവുന്നില്ല. ഇൻ സീരീസ് കോമ്പിനേഷൻ പൊട്ടൻഷ്യൽ വിൽ ബി different അല്ലെങ്കിൽ changes on the capacitance will be C1, C2, C3 and potential will be changes and the charge will be a constant. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് V is equal to V1 plus V2 plus V3 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസ് ഒരു ഇക്വേഷൻ C is equal to Q by V എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഇക്വേഷൻ നമ്മൾ എന്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്താ സംഭവിക്കുക, C equal to Q by V എന്നല്ലേ. ഓക്കെ, C is equal to Q by V എന്നാണ്. അപ്പൊ V is equal to എന്ത് വരും, V is equal to Q by C എന്ന് വരില്ലേ, വരും നിർബന്ധമായി വന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ V equal to Q by C plus Q by C1 plus Q by C2 plus Q by C3 എഴുതിക്കൂടെ ഏതാ. അങ്ങനെയാണെങ്കിൽ ഈ വിക്ക് എന്ത് ചെയ്യാ, വിക്ക് Q by C കൊടുത്തൂടെ. അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെ എഴുതാ, വിക്ക് എങ്ങനെ എഴുതും, V equal to Q by C equal to Q by C is equal to Q by C1 plus Q by C2 plus Q by C3 എഴുതാൻ പറ്റും. ഓക്കെ, ഈ Q by C നെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്.
ഓക്കെ ക്യൂ ബൈ സി ഇങ്ങനെ തന്നെ എഴുതി ഈക്വൽ ടു ക്യൂവിനെ പുറത്തെടുക്കുകയാണ്. ബാക്കി എന്താ ഉണ്ടാവുക 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 കിട്ടി. ക്ലിയർ ആണല്ലോ. ഇനി എന്ത് ചെയ്യാം, വെട്ടിപ്പോകാനുള്ള കാര്യങ്ങൾ വെട്ടിപ്പോവാ. ഓക്കെ, ഇവിടെ വെട്ടിപ്പോകാൻ രണ്ട് കാര്യങ്ങളുള്ള ക്യൂവും വെട്ടിപ്പോകാം. ഓക്കെ, അപ്പം സമത്തിന്റെ അപ്പുറപ്പുറമുള്ള കാര്യങ്ങൾ വെട്ടിപ്പോയി. ഓക്കെ, ബാക്കി എന്താ ഉള്ളത്? ബാക്കി എന്താ പറഞ്ഞേ 1/C ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. ദിസ് ഈസ് ദ കപ്പാസിറ്റൻസ്. അത് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയാം. എന്താണ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് സീരീസ് കോമ്പിനേഷൻ? ഒരു സീരീസ് കോമ്പിനേഷനിലെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻസ് ആണ് 1/C ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. കപ്പാസിറ്റി ഇൻ സീരീസ് കോമ്പിനേഷനിൽ എസ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പം കപ്പാസിറ്റി ഇൻ സീരീസ് കോമ്പിനേഷൻ കിട്ടി 1/C ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്കിതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് പറയാം. ഓക്കെ, അപ്പം കപ്പാസിറ്റൻസ് കിട്ടി 1/C ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 കിട്ടി. ഓക്കെ, സപ്പോസ് ഈ മൂന്ന് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഈക്വൽ ആണ്. അതായത് C1 C2 C3 ഈക്വൽ ആണെന്ന് വിചാരിക്കാം. അതായത് C1 ഈസ് ഈക്വൽ ടു C2 ഈസ് ഈക്വൽ ടു C3 ആണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? എഫക്റ്റീവ് നമ്പർ ഓഫ് കപ്പാസിറ്റൻസ് 1/CS എന്ന് പറയുമ്പോൾ 1/CS ഈസ് ഈക്വൽ ടു എന്ത് വരും? 3C എന്ന് എഴുതാൻ പറ്റും. 3C എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയല്ല, സോറി 1/CS ഈസ് ഈക്വൽ ടു എന്താ 3/C എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, CS അപ്പൊ കപ്പാസിറ്റർ സീരീസ് കോമ്പിനേഷൻ ഇഫ് 3 capacitors ആർ ഈക്വൽ, അങ്ങനെയാണെങ്കിൽ CS ഈസ് ഈക്വൽ ടു എന്താ C/3 എന്ന് എഴുതാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ മൂന്ന് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഈക്വൽ ആണെങ്കിൽ, മൂന്ന് കപ്പാസിറ്ററും ഈക്വൽ ആണെങ്കിൽ C1 C2 C3 ഈക്വൽ ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും CS ഈസ് ഈക്വൽ ടു C/3 എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ സപ്പോസ് കുറെ കപ്പാസിറ്റർ ഉണ്ട് എന്ന് വിചാരിച്ചോ. അപ്പൊ ഇഫ് ദർ ആർ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് ഇൻ എ സർക്യൂട്ട്, ഒരു സർക്യൂട്ട് നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്, അതായത് കുറെ എണ്ണം കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഇഫ് ദർ ഈസ് n നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ്, അതായത് ഇവിടെ ശ്രദ്ധിക്കുക n നമ്പർ കേട്ടോ, ഈ നമ്പർ 3 കുറെ എണ്ണം കപ്പാസിറ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഈ കോമ്പിനേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? CS ഈസ് ഈക്വൽ ടു പറഞ്ഞേ C/N എഴുതി കൂടെ. അതായത് ഇവിടെ 3 കപ്പാസിറ്റർ ഉള്ളത് കൊണ്ടാണ് CS ഈസ് ഈക്വൽ ടു C/3 എന്ന് കിട്ടിയത്. ദർ ഈസ് എ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് കോമ്പിനേഷൻ, ദെൻ വാട്ട് വി ഹാവ് ടു റൈറ്റ് CS ഈസ് ഈക്വൽ ടു C/N. ക്ലിയർ ആണല്ലോ. അടുത്തിലേക്ക് പോകാം. ഓക്കെ, അടിപൊളി. അപ്പൊ ഞാൻ സീരീസ് കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ അതിന് തുടർച്ചയായിട്ടുള്ള ഭാഗമാണ്. മിസ് ചെയ്ത വീഡിയോ ഇതിന് കൂടെ തന്നെ കാണാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പൊ സീരീസ് കോമ്പിനേഷൻ എന്താ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തത്, ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടി പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ പാരലൽ ആയിട്ട് കപ്പാസിറ്റർ ഉണ്ട്, മനസ്സിലാക്കുക. ഇപ്പൊ ഒരു ഇങ്ങനെ ഒരു സെറ്റപ്പ് ആണുള്ളത്. ഓക്കെ, ഇപ്പം നമ്മള് ഇങ്ങനെ സെറ്റപ്പ്. ഓക്കെ, ഇപ്പൊ പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പൊ അതിനാണ് ഞാൻ എന്ത് ചെയ്യുക, ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുക. ഒരു മിനിറ്റ്. ഓക്കെ, ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുക. ഇതാണ് ഇതിന്റെ അറേഞ്ച്മെന്റ് സെറ്റപ്പ്. ക്ലിയർ ആണല്ലോ. ഇവിടെ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റി C1 C2 C3 എന്നുള്ള 3 കപ്പാസിറ്റർ ഉണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഒരു Q എന്ന ചാർജ് ഇവിടെ കൊടുക്കുന്നുണ്ട് അല്ലെ. Q എന്നുള്ള ചാർജ് ഇതിലൂടെ പോയി ഇവിടെ എത്തും. ഇവിടെ ഈ ചാർജിന്റെ സ്പ്ലിറ്റ് ആയി മാറും. അപ്പൊ ഈ ഇവിടേക്ക് പോകുന്ന ചാർജിനെ Q1 എന്നും, ഇതിലൂടെ പോകുന്ന അതിനെ Q2 എന്നും, ഇതിലൂടെ പോകുന്ന അതിനെ Q3 എന്നും പറയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ചാർജ് എന്ത് ചെയ്തു? Q1 Q2 Q3 എന്ത് ചെയ്യാ ആയി മാറി. അതായത് ഈ ചാർജിന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഈക്വൽ ആയിട്ടുള്ള ചാർജ് ആണ് ഈ 3 കപ്പാസിറ്ററിൽ കൂടി പോകുന്നുണ്ടെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് പൊട്ടൻഷ്യൽ ഇവിടെ പൊട്ടൻഷ്യൽ V ആയിരിക്കും, ഇവിടെ പൊട്ടൻഷ്യൽ V ആയിരിക്കും, ഇവിടെ പൊട്ടൻഷ്യൽ V ആയിരിക്കും. ഓരോ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എന്തായിരിക്കും? എപ്പോഴും എന്ത് ചെയ്യുക? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താ പറയാ, ഒന്നാമത്തെ പോയിന്റ് എന്താ പറയാ, V എന്ന് പറയുന്നത് എപ്പോഴും എന്താ കോൺസ്റ്റന്റ് ആണ്. എന്താണ് ചേഞ്ച് ചെയ്യുക? ചാർജ് ഈക്വൽ ടു Q ഈക്വൽ ടു ചാർജ് ആണ് എന്ത് ചെയ്യുക? ഒരു മിനിറ്റ്. ചാർജ് എന്ത് സംഭവിക്കും? ചാർജ് ചേഞ്ച് ചെയ്യും. ചാർജ് ചേഞ്ചസ് എന്ന് പറയും. ഓക്കെ, V കോൺസ്റ്റന്റും അതുപോലെ തന്നെ ചാർജ് എന്ത് ചേഞ്ച് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് Q എന്ന് പറഞ്ഞത് Q ഈക്വൽ ടു എഴുതി കൂടെ. Q ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3 എഴുതി കൂടെ. എഴുതാ. ഓക്കെ, ഇനി അതുപോലെ C ഈക്വൽ ടു Q/V എഴുതി കൂടെ. C ഈക്വൽ ടു Q/V എഴുതിയിട്ടുണ്ട്. സ്മോൾ Q/V. ഓക്കെ, അപ്പൊ Q ഈക്വൽ എന്ത് വരും? Q ഈക്വൽ എന്താ? CV എഴുതി കൂടെ. CV എഴുതാം.
അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് നമ്മൾ എഴുതാൻ പറ്റും. അങ്ങനെ എഴുതാ Q1 പകരമായിട്ട് C1 ഇൻറ്റു വി പ്ലസ് C2 ഇൻറ്റു വി പ്ലസ് C3 ഇൻറ്റു വി എഴുതി കൂടെ ഈക്വൽ ടു CV. കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ കിട്ടിയ കാര്യങ്ങൾ എന്താ? ഇവിടെ ചാർജ് ആണ് ഡിവൈഡ് ചെയ്ത് പോണത്, വോൾട്ടേജിന് എന്ത് ചെയ്യാ ഡിവൈഡ് ചെയ്ത് പോണില്ല. അത് എന്താ പറഞ്ഞത്? ചാർജ് ആണ് ഇവിടെ ഡിവൈഡ് ചെയ്ത് പോണത്, വോൾട്ടേജിനെ ഡിവൈഡ് ചെയ്ത് പോണില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ CV = C1 V പ്ലസ് C2 V പ്ലസ് C3 V എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം, ഇവിടെ പുറത്തെടുക്കാനുള്ള കാര്യങ്ങൾ പുറത്തെടുക്കുക. വി കോൺസ്റ്റന്റ് പുറത്തെടുത്തൂടെ? എല്ലാത്തിലും ഇല്ലേ? അപ്പൊ C1 പ്ലസ് C2 പ്ലസ് C3 എഴുതി കൂടെ? ഓക്കെ, ഇനി നമ്മൾ വെട്ടിപ്പോകാനുള്ള കാര്യങ്ങൾ വെട്ടിപ്പോവുക. അപ്പം വിയും വെട്ടിപ്പോയി. ബാക്കിയുള്ള ക്വാണ്ടിറ്റി പറഞ്ഞേ. C = C1 പ്ലസ് C2 പ്ലസ് C3. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ഒരു കപ്പാസിറ്ററിൽ ശ്രദ്ധിക്കുക, ഒരു കപ്പാസിറ്ററിൽ പാരലൽ കോമ്പിനേഷൻ, അതായത് C ഇൻറ്റു P, ഒരു പാരലൽ കോമ്പിനേഷനിൽ കപ്പാസിറ്റൻസ് കാണാനുള്ള എഫക്റ്റീവ് നമ്പർ ഓഫ് കപ്പാസിറ്റൻസ് CP = C1 പ്ലസ് C2 പ്ലസ് C3 ആയിരിക്കും. ഓക്കെ, എവിടെ നേരത്തെ പറഞ്ഞ സീരീസിലാണ്. സീരീസിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? 1/C = 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 ആണ്. പക്ഷെ ഇവിടെ പറഞ്ഞത് 1/CP = എന്താ? C1 പ്ലസ് C2 പ്ലസ് C3 ആയിരിക്കും. ഇതാണ് ഇവിടെ പാരലൽ കോമ്പിനേഷനിലെ എഫക്റ്റീവ് നമ്പർ ഓഫ് കപ്പാസിറ്റൻസ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ 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 ഇപ്പം ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ ഓക്കെ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പൊ കപ്പാസിറ്റൻസ് C1 ഉം C2 C3 ഈക്വലാണ്. അപ്പം C1 = C2 = C3 = എന്താ? C ആണ്. ആ മൂന്ന് ഈക്വലാണ്, C ആണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ പഠിച്ചെന്താ? കപ്പാസിറ്റർ പാരലൽ CP = C1 പ്ലസ് C2 പ്ലസ് C3 ആണ്. അങ്ങനെ എഴുതി കൂടെ CP = നമുക്ക് C1 C2 C3 C ആണ്. അപ്പൊ എന്ത് ചെയ്യാം? ടോട്ടൽ 3C ആയിരിക്കും. എന്ത് ചെയ്യാം? ഇവിടെയുള്ള കപ്പാസിറ്റർ മൂന്ന് കപ്പാസിറ്റർ സീരീസ് ആയിട്ട് വെക്കണം. അപ്പൊ അതിന്റെ കപ്പാസിറ്റൻസും ഈക്വൽ ആണ്, പാരലൽ ആയിട്ട് വെക്കണം. അതിന്റെ കപ്പാസിറ്റൻസും ഈക്വൽ കപ്പാസിറ്റർ ആണെങ്കിൽ, അതായത് C ആണെങ്കിൽ, മൂന്നും കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസും C ആണെങ്കിൽ നമുക്ക് CP = 3C എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്തായിരിക്കും? ഇഫ് ദർ ഈസ് n നമ്പർ ഓഫ് കപ്പാസിറ്റി, ഇഫ് ദർ ഈസ് n നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ്. ഓക്കെ, ഒരു n നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് വെച്ചിരിക്കാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് നമ്പർ ഓഫ് കപ്പാസിറ്റൻസ് എഴുതിക്കുക. CP = NC. എന്താണ്? CP = NC ആയിരിക്കും. അതായത് നേരത്തെ 3 കപ്പാസിറ്റർ ഉള്ള സമയത്താണ് 3C ആയത്. ഇവിടെ n നമ്പർ ഓഫ് കപ്പാസിറ്റർ ഉണ്ടായപ്പോ എന്തോ NC എന്ന് പറയും, N × C. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്ര കാര്യങ്ങളാണ് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷനിൽ നമുക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകണം. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഡൈഇലക്ട്രിക് ആൻഡ് പോളറൈസേഷൻ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയാം കേട്ടോ. എന്താണ് ഡൈഇലക്ട്രിക്, എന്താണ് പോളറൈസേഷൻ? ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് എന്താണെന്ന് ആദ്യം നോക്കാം. ഓക്കെ, ഇപ്പോ ഡൈഇലക്ട്രിക്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ മീനിങ് നോൺ കണ്ടക്റ്റിംഗ് എന്നാണ്. എന്താണ് നോൺ കണ്ടക്റ്റിംഗ്? നമുക്ക് ആദ്യം എഴുതാം. ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞാല് നോൺ കണ്ടക്റ്റിംഗ് ആട്ടോ, കണ്ടക്ട് ചെയ്യാത്തത് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ സപ്പോസ് നമ്മൾ നോൺ കണ്ടക്റ്റിംഗ് എന്ന കാര്യം പറഞ്ഞതിന് മുന്നായിട്ട് നമ്മൾ കണ്ടക്റ്റിംഗ് കേസുള്ള ബോഡീസിനെ കേസുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഒരു കണ്ടക്ടർ എടുക്കാം. ഓക്കെ, ഒരു കണ്ടക്ടർ അഥവാ മെറ്റൽ എടുക്കാം. ഒരു കണ്ടക്ടർ കേട്ടോ, ഒരു കണ്ടക്ടർ എടുക്കാം. കണ്ടക്ടറാണ് എടുക്കാൻ പോണത്. ഇതൊരു കണ്ടക്ടറാണ് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ശ്രദ്ധിക്കുക. അപ്പൊ ഒരു കണ്ടക്ടറിന്റെ കേസിൽ നമ്മൾ എപ്പോഴും ചാർജ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? സെന്റേഴ്സ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് എന്താ? ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ നോൺ പോളർ മോളിക്യൂളിന്റെ കേസിലൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അതുപോലെ തന്നെ കണ്ടക്ടറിൽ എന്ത് ചെയ്യുക? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും എന്ത് ചെയ്യുക? ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക. അങ്ങനെയാണ്. ഇപ്പൊ സെന്റേഴ്സ് ഓഫ് പോസിറ്റീവ്, അതായത് പോസിറ്റീവ് ചാർജ് ഉണ്ടോ നെഗറ്റീവ് ചാർജ് എന്താ ഇതിൽ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കും. ഓക്കെ, ഇങ്ങനെ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കും. ക്ലിയർ ആണല്ലോ? ഇപ്പൊ ഒരു കണ്ടക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യുക? ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ കണ്ടക്ടർ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവെക്കുകയാണ്. അല്ലെങ്കിൽ ഈ കണ്ടക്ടറിലേക്ക് എന്ത് ചെയ്യുക? നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, എക്സ്റ്റേണൽ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണ്. അപ്പൊ ഈ എന്താ സംഭവിക്കാൻ നോക്കാം. അപ്പൊ ഒരു കണ്ടക്ടർ നമ്മൾ ഇതിന്റെ ഡയഗ്രം ഒന്നുകൂടി വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണെന്ന് വെച്ചോ. ഈ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ അത് എക്സ്റ്റേണൽ ആയിട്ട് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു. അതെന്താണ്? എക്സ്റ്റേണൽ ആട്ടോ. എന്താണ്?
എക്സ്റ്റേണൽ, ഒരു എക്സ്റ്റേണൽ ആയിട്ട് പുറത്തു നിന്നാണ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ ആയിരിക്കും? ഇങ്ങനെ ഇതിനുള്ളിൽ ഇങ്ങനെ വരില്ലേ ഇലക്ട്രിക് ഫീൽഡ്, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ഡയറക്ഷൻ. ഓക്കെ, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കാം, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ നമ്മൾ എപ്പോഴും പറയുമ്പോൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഉണ്ടാവുക. ക്ലിയർ അല്ല? പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി നെഗറ്റീവ് ചാർജിലേക്ക് എന്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എപ്പോഴും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ശ്രദ്ധിക്കുക, ഈ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ആണല്ലോ, ഇവിടെ നെഗറ്റീവ് ആണ് ഉണ്ടാവുക ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. അങ്ങനെയല്ലേ ഉണ്ടാവുക? ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ എന്ത് സംഭവിക്കും? ഈ പോസിറ്റീവ് ചാർജ്, ഈ നെഗറ്റീവ് ചാർജൊക്കെ എന്ത് ചെയ്യുക, പോസിറ്റീവ് ചാർജിന്റെ അടുത്തായിട്ട് ഇങ്ങനെ കണ്ടക്ടറിന്റെ ഈ എൻഡിലേക്ക് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്തിരിക്കും. അതേപോലെ തന്നെ നെഗറ്റീവ് ചാർജിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യുക, പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, അതായത് ഇവിടെ ഒരു കണ്ടക്ടർ ആണ് അല്ലെ. ഇപ്പൊ കണ്ടക്ടറിൽ ഉള്ളിലും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടൊരു ഫീൽഡ് ഉണ്ടാവും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എക്സ്റ്റേണൽ ആയിട്ട് ഒരു സംഭവം ഉണ്ടാവും. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, നെഗറ്റീവും പോസിറ്റീവ് ചാർജ് ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉണ്ടായിരിക്കും പോസിറ്റീവും നെഗറ്റീവിലേക്കായിരിക്കും. അങ്ങനെയാണ് ഈ കണ്ടക്ടറിന്റെ ഉള്ളിലും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ആ ഇലക്ട്രിക് ഫീൽഡിനെ പറയുന്നത് ഈ ഇന്റേണൽ. ക്ലിയർ ആണല്ലോ? ഒരു എക്സ്റ്റേണൽ ഉണ്ടാവും, ഒരു ഇന്റേണൽ ഉണ്ടാവും. അപ്പൊ ഒരു കണ്ടക്ടറിന്റെ ഉള്ളിലും പുറത്തും എന്ത് ചെയ്യുക, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുകയാണെങ്കിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഈ നെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഒരു കണ്ടക്ടറിന്റെ ഉള്ളിൽ എന്താണ് പറഞ്ഞത്, ഒരു കണ്ടക്ടറിന്റെ ഉള്ളിലും എന്ത് ചെയ്യുക, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റേണലും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ മനസ്സിലായി. ഒരു കണ്ടക്ടറിനുള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? 0 ആണ് ഇലക്ട്രിക് ഫീൽഡ്. 0 ആണെങ്കിൽ എന്ത് ചെയ്യുക, ഡൈപോൾ മൊമെന്റ് എന്തായിരിക്കും? ഉണ്ടാവൂല, ഡൈപോൾ മൊമെന്റ് ഉണ്ടാവൂല. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ 0 ആണ്. അങ്ങനെയാണെങ്കിൽ നോ ഡൈപോൾ മൊമെന്റ്, അതായത് പി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത കേസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടക്ടേഴ്സിന്റെ കേസിലാണ് പറഞ്ഞത്. നമ്മളിവിടെ എന്താ പറഞ്ഞത്? ഡൈഇലക്ട്രിക്സ് ആണെന്ന് പറയുന്നത്. ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ നോൺ കണ്ടക്ടിങ് ആണ്. അപ്പൊ ഈ നോൺ കണ്ടക്ടിങ്ങിന്റെ കേസിലെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ നോൺ കണ്ടക്ടിങ് ആയിട്ടുള്ള, അതായത് നമ്മൾ എടുക്കുന്നത് നോൺ കണ്ടക്ടേഴ്സ് ആട്ടോ, നോൺ കണ്ടക്ടേഴ്സ്, കണ്ടക്ട് ചെയ്യാത്ത വസ്തുക്കൾ നമ്മൾ ഇതേ നേരത്തെ പറഞ്ഞ മാറ്റി ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, സെന്റേഴ്സ് ഓഫ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യാം, ഓരോ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്തിരിക്കും. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്കല്ലേ, ഇവിടെ നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഈ പോസിറ്റീവ് നെഗറ്റീവിലേക്കാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ നെഗറ്റീവ് ചാർജസ് ഒക്കെ ഈ എൻഡിക്കും, ഇവിടെ പോസിറ്റീവ് ചാർജസും ഒക്കെ ഈ ഭാഗത്തേക്കാണ് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ ഒരു സെറ്റപ്പ് അറേഞ്ച് ചെയ്തിരിക്കും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് നോ കണ്ടക്ടറിന്റെ കേസിൽ നമുക്ക് ഇവിടെ പറയാം, ഇവിടേക്കുള്ളത് നമ്മുടെ ഈ എക്സ്റ്റേണൽ അല്ലേ, ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഓക്കെ, ഇവിടേക്കുള്ളത് ഈ ഇന്റേണൽ ആയിട്ടാണ്. ഓക്കെ, ഈ ഇന്റേണൽ. ഓക്കെ, ശ്രദ്ധിക്കാം, ഈ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഈ ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഈ ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യാം, ഒരിക്കലും ക്യാൻസൽ ചെയ്ത് പോകില്ല. അതായത് ഈക്വൽ അല്ല, മനസ്സിലായോ? ഈ നോൺ കണ്ടക്ടേഴ്സിന് ക്യാൻസലും എക്സ്റ്റേണൽ ഇലക്ട്രിക് കൊടുക്കുന്നതും അതുപോലെ തന്നെ ഈ ഇന്റേണൽ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യാം, ഈ ഒരിക്കലും ക്യാൻസൽ ചെയ്തിട്ട് പോകില്ല. ക്ലിയർ ആണല്ലോ? അതിന് ചില റീസണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെ കുറിച്ച് കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത്ര കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഇപ്പം നോൺ കണ്ടക്ടേഴ്സിന്റെ കേസിൽ എന്താ, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡും അതിൽ ഇന്റേണൽ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവുന്നുണ്ട്. അത് രണ്ടും മ്യൂച്വലി ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല. അതിന്റെ അർത്ഥം എന്താ, ഈ എക്സ്റ്റേണൽ നോട്ട് ഈക്വൽ ടു ഈ ഇന്റേണൽ, അതായത് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞാൽ ഈ എക്സ്റ്റേണൽ പ്ലസ് ഈ ഇന്റേണൽ അല്ലേ. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യാ, 0 ആവൂല, നോട്ട് ഈക്വൽ ടു 0. അപ്പൊ എന്ത് ചെയ്യാ, ഡൈപോൾ മൊമെന്റ് പ്രസന്റ് ആണ്. ഓക്കെ, അപ്പൊ നോൺ കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഡൈപോൾ മൊമെന്റ് എന്ത് ചെയ്യാം, പ്രസന്റ് ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് ആണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, ഇനിയിപ്പോ മോളിക്യൂൾസിന്റെ കേസ് എടുക്കുകയാണ്. ആ ചെറിയൊരു കാര്യം കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ സപ്പോസ് മോളിക്യൂൾസിന്റെ കേസ് എടുക്കാം. ഇപ്പൊ മോളിക്യൂൾസിന്റെ കേസ്, അതായത് ഇപ്പൊ മോളിക്യൂൾസിന് നമ്മൾ എന്ത് ചെയ്യാം, നോൺ പോളാർ ആൻഡ് നോൺ പോളാർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നോൺ പോളാറിന്റെ കേസ് എന്താ, സെന്റേഴ്സ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് അലൈൻ ടുഗദർ, അലൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇപ്പൊ ഇതാണ് ഇപ്പൊ ഒരു നോൺ പോളാർ മോളിക്യൂൾ എടുക്കാം. അപ്പൊ സപ്പോസ് എങ്ങനെയാണ്, സെന്റേഴ്സ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്താ ഇങ്ങനെ അലൈൻ ചെയ്ത് നിൽക്കാണ്ടാവും അല്ലെ. ഇതിനുള്ളിൽ അതായത് നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ എന്ത് ചെയ്യാം, അലൈൻ ചെയ്ത് വെക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഉണ്ടാവുക ഒരു നോൺ പോളാർ മോളിക്യൂളിന്റെ കേസിൽ.
ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഞാനൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കാം? അപ്പൊ നമ്മളിത് വരയ്ക്കാം. ഓക്കെ, അപ്പൊ അത് വരച്ചു. അതിലേക്ക് ഞാൻ എന്ത് ചെയ്യാം, ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കും. കൊടുത്തു, ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ ഈ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ നെഗറ്റീവും പോസിറ്റീവും നെഗറ്റീവും പോസിറ്റീവും നെഗറ്റീവും പോസിറ്റീവും നെഗറ്റീവും പോസിറ്റീവും നെഗറ്റീവും പോസിറ്റീവും നെഗറ്റീവും പോസിറ്റീവ് ആയിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ കമ്പൈൻ ചെയ്ത് പോകും. ഒരു കമ്പൈൻഡ് ഫോമുല ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ഒരു കമ്പൈൻഡ് ഫോമുലാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ അങ്ങനെ തന്നെ കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഒരു അതായത് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നോൺ പോളാർ മോളിക്യൂളിന്റെ കേസിൽ അപ്പൊ എങ്ങനെ ഉണ്ടാവുക, ഈ മോളിക്യൂൾസ് ചെയ്യാം ഇങ്ങനെ അലൈൻ ചെയ്ത് ഇരിക്കുകയാണ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, അപ്പോൾ നമുക്ക് നെഗറ്റീവ് ചാർജും ഉണ്ട്, ഇവിടെ പോസിറ്റീവ് ചാർജും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ചെയ്താലോ, ഈ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും വരിക, ഇവിടെ എന്തായിരിക്കും വരിക, 0 ആവുകയാണോ അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു 0 ആണോ വരിക. ഓക്കെ, നെഗറ്റീവ് ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇതിൽ കമ്പൈൻഡ് ഫോമിലാണ് നിൽക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. എന്താണ് ഈ നെറ്റ് എന്ത് ചെയ്യുക, നോട്ട് ഈക്വൽ ടു 0 അല്ല അവിടെ ആവുക, ഉറപ്പല്ലേ. അതായത് നെഗറ്റീവ് ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ, സെന്റേഴ്സ് ഓഫ് ഈക്വൽ ആൻഡ് പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യാം, ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഈക്വൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ നോൺ പോളാർ മോളിക്യൂളിന്റെ കേസ് പറയാനുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഓക്കെ ഇങ്ങനത്തെ കേസ് ഓഫ് പോളാർ മോളിക്യൂൾ കേട്ടോ. അപ്പോൾ നോൺ പോളാറിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു, ഇനി പോളാറിന്റെ കേസിൽ പറയാം. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പം പോളാറിന്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ ഇപ്പം ഇതേമാതിരി നമ്മൾ എന്ത് ചെയ്യുക, സെറ്റപ്പ് എടുക്കല്ലേ. ഓക്കെ, അപ്പൊ ഈ പോളാർ മോളിക്യൂൾ റാൻഡം അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസ് ആണ് മനസ്സിലാക്കാം. അതായത് മോളിക്യൂൾസിന്റെ ഈ അല്ലെങ്കിൽ റാൻഡം ആയിട്ടാണ് എന്ത് ചെയ്യുക, ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പൊ അത് നമുക്ക് വരയ്ക്കാം. ഇവിടൊപ്പം പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്, ഈ ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ്, അതായത് റാൻഡം അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസ് ആണ് ചെയ്യാം ഇൻ ദ കേസ് ഓഫ് നോൺ പോളാർ മോളിക്യൂളിന്റെ കേസിൽ ഉണ്ടാവും. ഓക്കെ, ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുക. ഓക്കെ, അപ്പം ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത് എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മോളിക്യൂൾസ് ഉണ്ട് അല്ലേ, അപ്പം ഇതുണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഉണ്ട് എന്നറിയാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാം, ഇവിടെ ഈ പോസിറ്റീവ് ഒക്കെ ഒരു വശത്തും നെഗറ്റീവ് ഒക്കെ ഒരു വശത്തേക്കാണ് വരിക. അപ്പൊ സപ്പോസ് ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് വരും, പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്, മനസ്സിലായോ. പോസിറ്റീവ് ഒക്കെ ഒരു വശത്തേക്ക്, നെഗറ്റീവ് ഒക്കെ എന്ത് ചെയ്യുക, വേറെ വശത്തേക്ക് എന്ത് ചെയ്യുക, അലൈൻ ചെയ്തിരിക്കും. എപ്പോ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ. ക്ലിയർ ആണല്ലോ. ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താണ് അലൈൻ ചെയ്തിരിക്കും. അങ്ങനെയാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പൊ അത് പോസിറ്റീവ് ഒരു വശത്തേക്കും നെഗറ്റീവ് എന്ത് ചെയ്യുക, വേറെ വശത്തേക്കാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും എന്താ പറയാ, ഇവിടെ ഒരു നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. അതായത് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്താ ഉണ്ട്, അതായത് നോട്ട് 0 ആണ്, അത് 0 ആയിരിക്കില്ല. മനസ്സിലായോ. പോസിറ്റീവ് ഒരു വശത്തേക്കാണ് നെഗറ്റീവ് ഒരു വശത്തേക്കാണ് മാറുന്നത്. നമ്മളിപ്പോ നോൺ പോളാർ മോളിക്യൂളിന്റെ കേസിൽ പറഞ്ഞ മാതിരി തന്നെ പോളാർ മോളിക്യൂളിന്റെ കേസിൽ എന്ത് ചെയ്യുക, രണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നിൽക്കുന്നത്. ക്ലിയർ ആണ്. അതുകൊണ്ട് ഇത് തന്നെ ക്യാൻസൽ ചെയ്ത് പോകില്ല. അപ്പൊ അവിടെ ഡൈപോൾ മൊമെന്റ്, അതായത് പി എന്താണ്, പ്രസന്റ് ആണ്, ഡൈപോൾ മൊമെന്റ് പ്രസന്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും ഈ ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡും പോളറൈസേഷൻ അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റും തമ്മിലുള്ള ഇക്വേഷൻ എന്താ, പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ ആയിരിക്കും. എന്താണ്, പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് കൊണ്ടുവരികയാണ്. ആ കോൺസ്റ്റന്റ് ആണ് സൈ ഇ. എന്താണ്, സൈ ഇ. ഈ സൈ ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറയാം. എന്താണ്, ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി ആണ്. ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് അല്ലേ. ഓക്കെ, അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കാം. അപ്പൊ ഇത്ര കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരെ ഗുഡ് ബൈ.